أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العلي العظيم. പരിശുദ്ധമാക്കപ്പെട്ട ഈ റമദാൻ എന്ന പേരിൽ വാഴ്ത്തപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ റമദാനിൽ 30 നോമ്പുകളുണ്ട്, അതുകൊണ്ടാണോ? അതല്ലെങ്കിൽ നാം രാത്രി നമസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം അതുകൊണ്ടാണോ? അല്ലെങ്കിൽ സദഖകൾ ധാരാളമായി വർദ്ധിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണോ? റമദാനായത്, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്, തറാവീഹ് നമസ്കരിക്കുന്നത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെല്ലാം പിന്നിൽ റമദാനിന്റെ അടിസ്ഥാന മഹത്വം, സ്ഥാനം, ശ്രേഷ്ഠത അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ആ സവിശേഷത റമദാൻ ഉള്ളത് കൊണ്ടാണ് നോമ്പുണ്ടായത്, അതുകൊണ്ടാണ് തറാവീഹ് ഉണ്ടായത്, അതുകൊണ്ടാണ് സദഖകൾ ഉണ്ടായത്, ഖുർആൻ പാരായണങ്ങൾ ഉണ്ടായത്. പരിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമായത്. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. شهر رمضان മാസം ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരേ സ്ഥലത്ത് മാത്രമാണ് റമദാൻ മാസം എന്ന പ്രയോഗമുള്ളത്. ആ റമദാൻ മാസം എന്ന പ്രയോഗം വരുന്ന അതേ സ്ഥാനത്ത് അല്ലാഹു ചേർത്ത് വെച്ചിരിക്കുന്നത് നോമ്പല്ല, തറാവീഹല്ല, സദഖയല്ല, പിന്നെയോ ഖുർആനിന്റെ അവതരണമാണ്. ഈ മാസം ഖുർആനിക അവതരണത്തിന്റെ വാർഷികമാണ്. അതാണ് റമദാനിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, റമദാനിന്റെ ഖദറിന്റെ രാത്രിയിലാണ് നാം ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാവ് എന്താണെന്ന് താങ്കൾക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ഖദറിന്റെ രാവ് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ്. പരിശുദ്ധ ഖുർആൻ അവതരണത്തിന് അല്ലാഹു തിരഞ്ഞെടുത്ത മാസം റമദാൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവ് ഖദറിന്റെ രാവ്. ആ രാവാകട്ടെ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം?
1000 മാസം ഒരു മനുഷ്യൻ അള്ളാഹുവിനെ വണങ്ങി ജീവിക്കുന്നത് എത്രമാത്രം പുണ്യകരമാണോ അത്രയും പുണ്യമാണ് ഈ ഒരൊറ്റ രാവിലെ. 1000 മാസത്തെ ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങളുടെ പുണ്യം, നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാവാണ് ഖദറിന്റെ രാത്രി. ആ രാവിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. റമദാനിന്റെ പ്രത്യേകത ഖുർആൻ അവതരണം എന്നതാണ്. ശഹ്റു റമദാന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ്. മനുഷ്യർക്ക് സന്മാർഗമായിട്ട്, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം, വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമായിട്ട്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആരൊരാൾ നിങ്ങളിൽ നിന്നും ഈ മാസത്തിന് സാക്ഷിയാകുന്നുവോ അവൻ ആ മാസത്തിൽ വ്രതമെടുത്തുകൊള്ളട്ടെ. അതുകൊണ്ട് ഖുർആനിന്റെ അവതരണം ഈ മാസത്തിൽ നടന്നതുകൊണ്ട് വ്രതാനുഷ്ഠാനം. അപ്പോ ഈ മാസം നോമ്പ് വന്നതുകൊണ്ട് പുണ്യമാക്കപ്പെട്ടതല്ല, ഖുർആൻ അവതരിപ്പിച്ചത് കൊണ്ട് റമദാൻ മാസത്തിന് പുണ്യം വന്നു. ആ റമദാൻ മാസത്തിന്റെ പുണ്യത്തെ നാം അനുധാവനം ചെയ്യുന്നത്, പ്രയോഗിക്കുന്നത് വ്രതാനുഷ്ഠാനത്തിലൂടെയാണ്. പരിശുദ്ധ ഖുർആൻ ലോകത്തിന് മനുഷ്യർക്ക് സന്മാർഗമാണ് എന്ന്. ആ സന്മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പാരായണത്തിൽ വെച്ചിട്ടുണ്ട്, അതിന്റെ ആശയങ്ങളിൽ വെച്ചിട്ടുണ്ട്, ഖുർആൻ കേൾക്കുന്നതിലുണ്ട്. എല്ലാം ഹിദായത്ത്, എല്ലാം സന്മാർഗം. അങ്ങനെ ഒരു ഗ്രന്ഥം, ഖുർആനിന് ഒരു പാരായണ ശാസ്ത്രമുണ്ട്. പാരായണ ശാസ്ത്രമുള്ള ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ. പാരായണ ശാസ്ത്രമുള്ള ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ. എങ്ങനെയെങ്കിലും ഓതിയാൽ പോരാ. നമുക്കറിയാം, സൂറത്ത് പരിശുദ്ധ ഖുർആനിന്റെ ക്രമീകരണം തന്നെ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളുടെ ക്രമീകരണം അല്ലെങ്കിൽ ആയത്തുകളുടെ ഘടന, ഇതൊന്നും ലോകത്തെ മറ്റു ഗ്രന്ഥങ്ങളോട് തത്തുല്യമായി നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയാത്ത വിധമാണ്. ഒരു പുസ്തകം മലയാളത്തിലായിരിക്കാം, ഇംഗ്ലീഷിലായിരിക്കാം, അറബിയിലായിരിക്കാം. ആ പുസ്തകത്തിൽ അധ്യായങ്ങൾ ഉണ്ടാകും. ഒരു കാര്യം പറഞ്ഞ് അതിനോട് ചുവട് പിടിച്ച് അടുത്ത കാര്യം പറഞ്ഞ്, അങ്ങനെയാണ് അധ്യായങ്ങളുടെ കെട്ടുറപ്പ് ഗ്രന്ഥകാരന്മാർ നിശ്ചയിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകളുടെ ക്രമം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് വിചിത്രമാണെന്ന് തോന്നും. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. അവതരണത്തിന്റെ ക്രമമനുസരിച്ചല്ല ഖുർആനിന്റെ ക്രോഡീകരണം സംഭവിച്ചിരിക്കുന്നത്. അവതരണത്തിന്റെ ക്രമമാണെങ്കിൽ ആദ്യം വരേണ്ട സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയല്ല, സൂറത്തുൽ അലഖാണ്. സൂറത്തുൽ അലഖ് 96-ാമത്തെ അധ്യായമാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ 2 ചട്ടകൾക്കിടയിൽ ഈ സൂറത്തുകളെ ക്രമീകരിച്ചിരിക്കുന്നത് അവതരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇനി വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, വിഷയത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല. സാധാരണ രൂപത്തിൽ ഒരു ഗ്രന്ഥം 2 ചട്ടകൾക്കിടയിൽ ക്രമീകരിക്കുന്നത് ഒരു വിഷയം പറഞ്ഞ് അടുത്ത വിഷയം, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല ആദ്യം തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, പശു. ആ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ പശുവിനെ പറ്റി ഖുർആൻ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ബഖറയുടെ ഒരു ഭാഗമാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ 200-ൽ പരം വരുന്ന ആയത്തുകൾ മുഴുവനും പശുവിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. സൂറത്തുൽ നിസാ, സൂറത്തുൽ ബഖറ കഴിഞ്ഞ ആലു ഇമ്രാൻ, ഇമ്രാനിന്റെ കുടുംബം, ഇമ്രാനിന്റെ കുടുംബത്തെ പറ്റി സംസാരിക്കുന്നു ഖുർആൻ. ആ ഇമ്രാനിന്റെ കുടുംബത്തെ പറ്റി ഖുർആൻ ആ സൂറത്തിൽ വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് മാത്രമാണ് സംസാരിക്കുന്നത്. ആ സൂറത്ത് മുഴുവനും ഇമ്രാനിന്റെ കുടുംബമല്ല. സൂറത്തുൽ നിസാ ആണ് അടുത്തത്. സ്ത്രീകൾ എന്നാണ് അതിന്റെ അർത്ഥം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പരിമിതമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ആ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ നിസാ എന്നാണ്.
അത് കഴിഞ്ഞ് അള്ളാഹു പറയുന്നത് മാഇദയാണ്, തളിക എന്നാണ്. ഈ രൂപത്തിൽ മാഇദ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകൾക്ക് അവതരിപ്പിച്ച ഒരു തളികയെ സംബന്ധിച്ച് സംസാരിക്കുന്നത് സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്ത്. വിഷയങ്ങളുടെ ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാലും മറ്റുള്ള ഗ്രന്ഥങ്ങളോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ തത്തുല്യമാകുന്ന രൂപത്തിലല്ല ഖുർആനിന്റെ ഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ബഖറ പശു, അത് കഴിഞ്ഞ് ഒരു കുടുംബം വീട്, അത് കഴിഞ്ഞ് സ്ത്രീ, അത് കഴിഞ്ഞ് ആ സ്ത്രീയുടെ കയ്യിലെ ഭക്ഷണത്തളിക, ഒരു വീടും പരിസരവും അധ്യായങ്ങളിലൂടെ പങ്കുവെക്കുന്ന ആശയങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സാധാരണ രൂപത്തിൽ മനുഷ്യർ അധ്യായങ്ങൾ ക്രോഡീകരിക്കും വിധമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ക്രമീകരിച്ചിരിക്കുന്നത്, അതിന്റെ ആയത്തുകളുടെ അവതരണം നടന്നിരിക്കുന്നത്. ഖുർആനിൽ ആവർത്തനങ്ങളുണ്ട്. ഒരു ആയത്ത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. സാധാരണ രൂപത്തിൽ ആവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഗ്രന്ഥകാരന് ഉണ്ടായാൽ എന്ത് പറയും അയാൾ? ഈ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി പരിശോധിക്കുക എന്ന് പറയും. അങ്ങനെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതിന്റെയൊക്കെ പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്. ഖുർആനിന്റെ സൂറത്തുകളുടെ ഘടന എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ആയത്തുകളുടെ ക്രമീകരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇതിനെല്ലാം കൃത്യമായ ലക്ഷ്യങ്ങളും ഹിക്മത്തുകളും അതിന്റെ പിന്നിലുണ്ട്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്ത് നാം കണ്ടു ശീലിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നും തീർത്തും ഭിന്നമായ ഘടനയിൽ ഒരു ഗ്രന്ഥം, അതാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് പരിശുദ്ധ ഖുർആൻ. അതിനും അപ്പുറത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് പക്ഷേ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. ഖുർആനിന്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. ഖുർആൻ അത്ഭുതമാണ്, വിസ്മയമാണ്. അതിന്റെ ഹിദായത്തിനെ ഉൾക്കൊള്ളാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ ചോദ്യങ്ങളും ഓരോ സന്ദേശങ്ങളും ഓരോ നിർദ്ദേശങ്ങളും ഓരോ സാഹചര്യത്തോടും വ്യത്യസ്തമായ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ആയത്ത് തന്നെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ, ഏതെല്ലാം നിറത്തിൽ, ഏതെല്ലാം ഗന്ധത്തിൽ ആ സാഹചര്യത്തോട് സംസാരിക്കുന്നു. ഒരായത്ത് തന്നെ വ്യത്യസ്തമായ ആശയങ്ങളിൽ, വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ, വ്യത്യസ്തമായ രുചികളിൽ അതിന്റെ സന്ദേശങ്ങൾ വിളമ്പുന്നത് കാണാം. ഒരു സൂറത്തുൽ ഫാത്തിഹ തന്നെ മനസ്സിരുത്തി അതിന്റെ ആശയങ്ങൾ ചിന്തിച്ച് ഒരു 7 തവണ നമ്മൾ പാരായണം ചെയ്താൽ 7 തരം അനുഭൂതിയായിരിക്കും. പരിശുദ്ധ ഖുർആനിന്റെ പാരായണ ശാസ്ത്രമുള്ള ഒരേ ഒരു ഗ്രന്ഥം അലിഫ് ലാം മീം. നമ്മളത് പാരായണം ചെയ്യുന്നത് അലം എന്നല്ല, അത് അങ്ങനെ തന്നെ പാരായണം ചെയ്യണം. അലിഫ് ലാം മീം. അലിഫും ലാമും മീമും മാത്രമേ അവിടെ എഴുതിയിട്ടുള്ളൂ. ഇതേ രൂപത്തിൽ അലിഫും ലാമും മീമും സൂറത്തുൽ ഫീലിൽ എഴുതിയിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അവിടെ നമ്മൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യൂല. രണ്ട് സ്ഥലത്ത് ഒരേ എഴുത്താണ്, ഒരേ അക്ഷരങ്ങളാണ്, പക്ഷേ 2 തരത്തിൽ അത് പാരായണം ചെയ്യുന്നു. പാരായണ ശാസ്ത്രമുള്ള ഒരു ഗ്രന്ഥം. ഹദീസുകളാകാം, ഗദ്യം, അറബി ഗദ്യമാകാം, പദ്യമാകാം. അതൊക്കെ വായിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടാത്ത നിയമങ്ങൾ ഖുർആനിൽ പാലിക്കണം. ചില സ്ഥലത്ത് അക്ഷരങ്ങൾ നല്ല വെളിവാക്കണം, ചില സ്ഥലത്ത് കനപ്പിക്കണം, ചില സ്ഥലത്ത് നേർപ്പിക്കണം, ചില സ്ഥലത്ത് മറയ്ക്കണം, ചില സ്ഥലത്ത് മറിക്കണം. നിയമം, ഒരു താളമുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമവും പാരായണ ശാസ്ത്രവും സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വഴി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു പകർന്നു കൊടുത്തതാണത്. فإذا قرأنا إن علينا جمعه وقرآنه.
നമ്മുടെ ബാധ്യതയാണ് ഈ ഖുർആനിനെ ക്രോഡീകരിക്കലും വഖുർആനഹു, ഇതിന്റെ പാരായണവും. ഇതിനൊരു പാരായണമുണ്ട്. ആ പാരായണവും അല്ലാഹുവിന്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുത്തു. ചില ഇസ്ലാം വിമർശകർ പറയും ഖുർആൻ 7 തരത്തിലൊക്കെ ഉണ്ടെന്ന്. ഒന്നൊന്നിനോട് ചേരുന്നതൊന്നുമല്ല, എല്ലാം ഇങ്ങനെ വേറിട്ട് കിടക്കുകയാണ്. 7 തരത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം ജിബ്രീൽ അലൈഹിസ്സലാം വഴി അല്ലാഹ് തന്നെയാണ് റസൂലിന് പഠിപ്പിച്ചു കൊടുത്തത്. പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പാരായണം, അത് വലിയൊരു ലോകമാണ്, അത് വിശാലമായ ഒരു ലോകമാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്തുള്ളത് പരിശുദ്ധ ഖുർആൻ മാത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പാരായണത്തിൽ അല്ലാഹു ഹിദായത്തിനെ വെച്ചിരിക്കുന്നു, സന്മാർഗത്തെ വെച്ചിരിക്കുന്നു. ആ പാരായണത്തെ ശ്രവിക്കുന്നതിൽ അല്ലാഹു ഹിദായത്തിനെ വെച്ചിരിക്കുന്നു. ശ്രവിക്കുന്നതിൽ ആശയമറിയാതെ ശ്രവിച്ചാൽ പോലും മനുഷ്യ മനസ്സുകളെ മധുരമായ സംഗീതങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം വ്യത്യസ്തവും ലളിതവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അർത്ഥമറിയാതെ ഖുർആനിന്റെ ആ ഘടനയെ കേൾക്കുന്ന ഒരു മനുഷ്യന് സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരായണത്തിലും പഠനത്തിലും കേൾവിയിലും പദങ്ങളിലും ചില ആയത്തൊക്കെ ഒരക്ഷരമേ ഉള്ളൂ. ഖാഫ് ഒരായത്ത് കഴിഞ്ഞു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തിലും അതിന്റെ ഘടനയിലും അതിന്റെ പാരായണ ശാസ്ത്രത്തിലും മനുഷ്യന് ഹിദായത്ത് വെച്ചിരിക്കുന്നു. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള ഹിദായത്താണ് ഖുർആൻ. മനുഷ്യന്റെ സാഹചര്യങ്ങളോട് അതാത് സാഹചര്യങ്ങളിൽ സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഘടനയാണ് ഖുർആനിൻ്റെത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ക്ഷുഭിതനായ ക്രൗര്യത്തോട് പ്രവാചകന്റെ ശിരസ് കൊയ്യാൻ വന്ന ഉമറിനെ കീഴ്പ്പെടുത്താൻ പരിശുദ്ധ ഖുർആനിന് സാധിച്ചത്. ആയത്തുകളുടെ ശക്തി, ആയത്തുകളുടെ ശക്തി. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى. ഈ അധ്യായം ഉമർ കേട്ടുകൊണ്ടാണ് സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. സഹോദരിയുടെ കുത്തിന് പിടിച്ചത് എവിടെ? നിന്റെ ഖബ്ബാബ് എന്ന് കുത്തിന് പിടിച്ച് ചോദിച്ചത്. ഖബ്ബാബ് അളിയനെയും സഹോദരിയെയും മർദ്ദിച്ച് അവശനാക്കിയിട്ടപ്പോഴാണ് കേട്ട ആയത്ത് തികട്ടി വരുന്നത് ഉമറിന്റെ മനസ്സിൽ. നിങ്ങൾ പാരായണം ചെയ്തതൊന്ന് തരൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് സഹോദരിയോട് കേട് അപേക്ഷിച്ചത്. ഇല്ല, ഇത് നിന്റെ കയ്യിൽ തരണമെങ്കിൽ, നീ പാരായണം ചെയ്യണമെങ്കിൽ ഒന്ന് വൃത്തിയായി വരൂ, ഞാൻ അപ്പോഴേക്കും തരാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷത്തിന് കാരണമായത് ആയത്തുകൾ. ഈ അടുത്താണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു നേതാവ് കേരളത്തിൽ പറഞ്ഞത്, നമ്മുടെ പാർട്ടിയിൽ ഒരാളും മദ്യപിക്കാൻ പാടില്ല, നിയമമാണ് എന്ന്. പക്ഷെ അത് പരിഹാസത്തോടെയാണ് കേരള സമൂഹം കേട്ടത്. കാരണം മദ്യപാനം ലഹരിയും ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്ന് പറയുമ്പോഴും ആ പാർട്ടിയുടെ കീഴിലാണ്, അത്തരം പാർട്ടികളിലാണ് മദ്യപാനികളും ലഹരി ഉപയോഗിക്കുന്നവരും ഉള്ളത് എന്ന് മലയാളികൾക്ക് അറിയാവുന്നത് കൊണ്ട് പരിഹാസത്തോടു കൂടിയാണ് അത് കേട്ടത്. എത്ര കാലമായി മദ്യപാനത്തിനെതിരായ ക്യാമ്പയിൻ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്ത് പ്രത്യശാസ്ത്രം ഉപയോഗിച്ചാണ്, എന്ത് ദർശനം ഉപയോഗിച്ചാണ് നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുന്നത്? പക്ഷേ ഒരൊറ്റ ചോദ്യം കൊണ്ട് മദ്യനിരോധിത നിയമം നടപ്പാക്കിയ ദർശനത്തിന്റെ പേര് ഇസ്ലാം എന്നാണ്. ഒരൊറ്റ ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, അവസാനിപ്പിച്ചൂടെ കൂട്ടരെ ഈ മദ്യപാനം? നിസ്കരിക്കുമ്പോൾ മദ്യപിച്ചു വന്നിരുന്ന സഹാബാക്കൾ, കോടിക്കണക്കിന് വരുമാന സ്രോതസ്സായിരുന്ന മദ്യനയം, മദ്യ ബിസിനസ്, ആ ബിസിനസ്സാണ് അവർ ഒഴുക്കിക്കളഞ്ഞത്. അള്ളാഹുവിന്റെ ഒരൊറ്റ ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, അവസാനിപ്പിച്ചു. അത് ഇസ്ലാം എന്ന ദർശനത്തിന്റെ, ഖുർആൻ എന്ന ആയത്തുകളുടെ ആശയ ഗാംഭീര്യത്തിന്റെ പ്രത്യേകതയാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ആദരവായ റസൂലിന്റെ ഹൃദയത്തിൽ നിന്നും ഖുർആൻ എങ്ങനെയാണ് ആവാഹിക്കപ്പെട്ടത് എന്നതിന്റെ ഉദാഹരണം ചരിത്രത്തിൽ നമുക്കൊരു മഹാപുരുഷനെ വായിക്കാം. ഫുളൈൽ ഇബ്നു ഇയാദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഫുളൈൽ ഇബ്നു ഇയാദ്
വഴിക്കൊള്ളക്കാരനായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്. വഴിക്കൊള്ളക്കാരൻ എന്ന് പറയുമ്പോ അന്ന് നാട്ടുകാര് കച്ചവടത്തിന് യാത്ര ചെയ്ത് വഴിയിലൂടെ പോകുന്നെങ്കിൽ അവർ പ്രഭാതം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പോകും. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഫുദൈൽ ഇബ്നു ഇയാദിന്റെ കൊള്ള സംഘം അവരുടെ സമ്പത്ത് കവരും. മോഷ്ടിച്ചും വ്യഭിചരിച്ചും നടന്നിരുന്ന ഒരു മനുഷ്യൻ തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് വ്യഭിചരിക്കാൻ വേണ്ടി മതിൽ കയറുന്ന സാഹചര്യത്തിലാണ് സൂറത്തുൽ ഹദീദിന്റെ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് അലം യഅനി ലില്ലദീന ആമനൂ വിശ്വാസികൾക്ക് സമയമായില്ലേ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അല്ലാഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടി സ്വന്തം ഹൃദയങ്ങളെ കൊണ്ട് കീഴ്പ്പെടുത്തി വെക്കാൻ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് സമയമായില്ലേ വമാ നസല മിനൽ ഹഖ് അല്ലാഹുവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട സത്യത്തിന്റെ ഈ അവതരണത്തിന് വേണ്ടി ഈ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിന് വേണ്ടി സ്വന്തം കൽബുകളെ കൊണ്ട് കീഴ്പ്പെടുത്തി വെക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ചോദ്യം. വ്യഭിചരിക്കാൻ വേണ്ടി മതിൽ കയറിയതാ. ഒരു മനുഷ്യന്റെ ഉള്ളിലെ മിർഗീയതയെ വരിഞ്ഞു മുറുക്കാൻ പരിശുദ്ധ ഖുർആന്റെ ഒരൊറ്റ ചോദ്യത്തിന് സാധിച്ചു. അദ്ദേഹം താഴേക്ക് ഇറങ്ങി. ഖദ് ആന സമയമായിരിക്കുന്നു. ചരിത്രം ഫുദൈൽ ഇബ്നു ഇയാദിനെ വിളിച്ചൊരു വിളിപ്പേരുണ്ട്, ആബിദുൽ ഹറമൈൻ. രണ്ട് ഹറമുകളിലെയും അള്ളാഹുവിന് പ്രിയപ്പെട്ടവൻ. മക്കയിലും മദീനയിലും അന്ന് ജീവിച്ചിരുന്ന അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് ചരിത്രം ഫുദൈൽ ഇബ്നു ഇയാദിനെ വിളിച്ചത്, വിളിക്കുമാറ് ഉന്നതിയിലേക്ക് എത്തിയത് ഒരൊറ്റ രായത്ത്. ഒരു മനുഷ്യനെ ഏത് രൂപത്തിൽ ഏത് സാഹചര്യത്തിൽ എത്രയോ പ്രാവശ്യം ആ ആയത്തുകൾ ലോകം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഫുദൈൽ ഇബ്നു ഇയാദ് കേട്ടതുപോലെ ആ ആയത്ത് മറ്റാരെങ്കിലും ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? അങ്ങനെ എത്ര ആയത്തുകൾ. ഇത് പഴയ കാലം. പുതിയ കാലത്തും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. ഓസ്ട്രേലിയൻ വംശജനായ റൂബിൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാഹചര്യം അദ്ദേഹം എഴുതുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ജീവിതത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നു. നാം എന്തിന് മനുഷ്യനല്ലേ? മനുഷ്യൻ എന്തിന് ഭൂമിയിൽ ജീവിക്കുന്നു? എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അർത്ഥം? ചിന്തിക്കാൻ പ്രചോദനമായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില പ്രതിസന്ധികളിൽ നിന്നാണ്. യൂണിവേഴ്സിറ്റി പഠന കാലഘട്ടത്തിൽ വിവാഹമോചിതരായ മാതാപിതാക്കളുടെ ജീവിതം, അപകടത്തിൽ മരണപ്പെട്ട സുഹൃത്ത്, താൻ ഏറ്റവും പ്രിയപ്പെട്ട് ലാളിച്ച് ഓമനിച്ച് വളർത്തിയ നായ്ക്കുട്ടിയുടെ മരണം, വളർത്തുനായുടെ മരണം, ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങളിൽ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടങ്ങൾക്കും ലാഭങ്ങൾക്കും സുഖങ്ങൾക്കും അസുഖങ്ങൾക്കും ദാരിദ്ര്യത്തിനും സമ്പന്നതയ്ക്കും എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം, മനുഷ്യന്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം. അങ്ങനെ ആ മനുഷ്യൻ നിരീശ്വരവാദിയാണ്. തന്റെ മാതാപിതാക്കളുടെ മതമായ ക്രിസ്തുമതത്തെ സംബന്ധിച്ച് പഠിച്ചു, ബൈബിൾ തുറന്നു വായിച്ചു, പണ്ഡിതന്മാരുമായി സംവദിച്ചു. ഒരു മനുഷ്യനെ ദൈവമായി, ദൈവപുത്രനായി വിശ്വസിക്കുന്ന ഒരു ദർശനത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും പാപഭാരം ഏറ്റുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ റൂബിന് സാധിച്ചില്ല. മതങ്ങൾ പലതും പഠിച്ചു. ബുദ്ധമതത്തെ പറ്റി പഠിച്ചു, ഹിന്ദുമതത്തെ പറ്റി പഠിച്ചു. വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ഒരു ആശയത്തെ ഉൾക്കൊള്ളാനും റൂബിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് തന്റെ സുഹൃത്ത് ഉപദേശിച്ചത്, ഇനി ഇസ്ലാമിനെ പറ്റിയും കൂടെ ഒന്ന് പഠിച്ചു നോക്കൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ലോകത്തെ ഭീകരവാദികളെ സൃഷ്ടിക്കുന്ന ഒരു ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ഞാൻ എന്തിനു തുനിയണം? ലോകത്ത് മീഡിയകളിലൂടെ പരന്നൊഴുകിയ ഇസ്ലാമോഫോബിയുടെ ഇരയാണ് റൂബിൻ. ഞാൻ എന്തിനു പഠിക്കണം? മാസങ്ങൾക്ക് ശേഷം ഒരു മസ്ജിദിന്റെ അടുക്കൽ യാദൃശ്ചികമായി നിൽക്കുമ്പോൾ ആ മസ്ജിദിന്റെ അകത്ത് നിന്ന് ഒരു ഇമാമി ഇറങ്ങി വരുന്നു.
വെളുത്ത വർഗക്കാരനായ ഞാൻ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറുന്നത് കൊണ്ട് എന്നെ മർദ്ദിക്കാൻ വേണ്ടി വല്ലതും വരുന്നതാണോ എന്ന ചിന്തയിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റിയും മുസ്ലിമീങ്ങളെ പറ്റിയുമുള്ള ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, ഹംസയാണ് എന്റെ പേര്, ഞാൻ ഈ മസ്ജിദിന്റെ ഇമാമാണ് എന്ന് പറഞ്ഞ് റൂബിനെയും കൂട്ടിക്കൊണ്ട് മസ്ജിദിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പരിചയങ്ങൾ പുതുക്കി. റൂബിനും അവിടെയുള്ള പണ്ഡിതന്മാരും ചേർന്ന് പല സംശയങ്ങൾ പങ്കുവച്ചു, പല ചോദ്യങ്ങളും. ഒരൊറ്റ ചോദ്യത്തിന് പോലും ആ പണ്ഡിതന്മാർ നാവുകൊണ്ട് മറുപടി പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആൻ തുറന്നു കാണിച്ചു കൊടുത്തു. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം ഈ ആയത്തിലുണ്ട്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ദാ ഈ ആയത്തിലുണ്ട്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, അതിന്റെ മറുപടി ദാ ഇന്ന ആയത്തിലുണ്ട്. ഇങ്ങനെ ഓരോ ആയത്തുകൾ വെച്ച് അവർ കാണിച്ചു കൊടുക്കുക മാത്രം ചെയ്തു. റൂബിൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളല്ലേ മറുപടി പറയേണ്ടത്? നിങ്ങൾ എന്തിനാണ് സൂക്തങ്ങളും അധ്യായങ്ങളും തുറന്നു കാണിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് പറയാൻ കഴിയാത്തതിനപ്പുറം ഞങ്ങൾക്ക് പറയാൻ, ഞങ്ങളുടെ യുക്തികൾക്കും ബുദ്ധികൾക്കും പറയാനാവില്ല. റൂബിൻ ഖുർആൻ വായിക്കൂ. റൂബിൻ ഖുർആൻ വായിച്ചു തുടങ്ങി. ഖുർആനിന്റെ ഉള്ളറകളിലേക്ക് പ്രവേശിച്ചു. അതിലെ വിസ്മയങ്ങൾ റൂബിന്റെ കണ്ണിൽ കണ്ടു, മനസ്സിലാക്കി. ഒരു ദിവസം പാതിരാത്രി പരിശുദ്ധ ഖുർആൻ അടച്ചു വെച്ചു. അള്ളാഹുവിനോട് റൂബിൻ പറഞ്ഞു, പടച്ചവനെ, ഞാൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. ഇനി ഇസ്ലാമിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ ഞാൻ അവശേഷിപ്പിക്കുന്നുള്ളൂ. ആ ചോദ്യത്തിന് നീ എനിക്ക് മറുപടി നൽകണം. നീയുണ്ട് എന്നതിന്റെ ഉത്തരം എന്താണ്? ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഒരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ ദൃഷ്ടാന്തം എന്താണ്? അതിനായി ഒരു മിന്നലെങ്കിലും ഇവിടെ ഒന്ന് വെട്ടിമാറട്ടെ, ഞാൻ വിശ്വസിക്കാം. കുറെ നേരം കാത്തിരുന്നു. ഒരു മിന്നലും അവിടെ വെട്ടിമാറിയില്ല. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയെങ്കിലും ഒന്ന് മേലേക്ക് കുറച്ച് കത്തട്ടെ. മെഴുകുതിരി മേലേക്ക് കത്തിയതുമില്ല. റൂബിൻ കിടന്നുറങ്ങി. വീണ്ടും പ്രഭാതത്തിൽ ഉണർന്ന് പരിശുദ്ധ ഖുർആൻ വീണ്ടും തുറന്നു വെച്ചു. നേരത്തെ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അടയാളപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിന്റെ ആ ഭാഗം വീണ്ടും എടുത്തു. എവിടെയാണോ നിർത്തിയത് അതിനുശേഷം വായിച്ചു. هو الذي جعل الشمس ضياء والقمر نورا وقدره منازل لتعلموا عدد السنين والحساب وكل شيء فصلناه تفصيلا هو الذي جعل الشمس ضياء والقمر نورا സൂര്യനെ സൃഷ്ടിച്ചവൻ, ഇതിനെ വിധാനിച്ചവൻ, ചന്ദ്രന് വെളിച്ചം നൽകിയവൻ, ഈ നിങ്ങൾ വർഷങ്ങളും കണക്കും അറിയുന്നതിനു വേണ്ടി ഭ്രമണപഥങ്ങളെ സ്ഥാപിച്ചവൻ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുള്ള ദൃഷ്ടാന്തമായി തരുമ്പോൾ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുന്നവൻ, അത് എന്ത് യുക്തിരാഹിത്യമാണത്? എന്ത് ബുദ്ധിശൂന്യതയാണത്? ദൃഷ്ടാന്തങ്ങൾ പച്ചയായി കണ്ണുകൊണ്ട് കണ്ടിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്ത് യുക്തിരാഹിത്യമാണ് ഉള്ളത് എന്ന പരിശുദ്ധ ഖുർആൻ അവിടെ റൂബിൻ എന്ന് പറയുന്ന സൂറത്ത് യൂനിസിന്റെ 5-ാമത്തെ അധ്യായം, ആ 5-ാമത്തെ അധ്യായം റൂബിനോട് പറഞ്ഞത് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. പരിശുദ്ധ ഖുർആന്റെ സംവേദന ശക്തി, മനുഷ്യരോടുള്ള ചർച്ച, ആശയം കൈമാറുന്നത് വ്യത്യസ്ത വർണ്ണത്തിൽ, വ്യത്യസ്ത നിറത്തിൽ, വ്യത്യസ്ത രുചിയിൽ. അതിന്റെ ആസ്വാദനം ഓരോ സന്ദർഭത്തിലും വ്യത്യസ്തമാണ്. ഇങ്ങനെ മനുഷ്യരുടെ സന്ദർഭങ്ങളെ ഏത് രൂപത്തിലാണത് മാറ്റിമറിക്കും. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, ഈ പരിശുദ്ധ ഖുർആൻ ലോകത്തിന് സന്മാർഗത്തിന് കാരണമായി ഈ ഗ്രന്ഥം കാരണം കുറെ ആളുകളും വഴികേടിലാവുകയും ചെയ്യും. വഴികെടാനും അല്ലെ, എങ്ങും പോകണ്ട, പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ടല്ലേ, അതിന്റെ ആയത്തുകൾ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടല്ലേ ഇസ്ലാം വിമർശകർ എപ്പോഴും ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്നത്. പക്ഷെ അതേ ഖുർആൻ കാരണമല്ലേ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും വിമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്.
എന്തുകൊണ്ടാണ് രണ്ട് വ്യത്യസ്തമായ അവസ്ഥകൾ ഖുർആനിലൂടെ ഉണ്ടായിത്തീരുന്നത്? അതിനുത്തരം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. ഇന്ന ഫീ ദാലിക ലദിക്റാ, തീർച്ചയായും ഈ ഗ്രന്ഥത്തിൽ ഉത്ബോധനമുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ളവന്, ഔ അൽഖ സമഅ വഹുവ ഷഹീദ്, ഹൃദയ സാന്നിധ്യത്തോടുകൂടി തന്റെ കേൾവിയെ ഇട്ടുകൊടുത്തവന്. ഒരു മുൻധാരണയുമില്ലാതെ ഖുർആനിനെ സമീപിക്കുന്നവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയോ ഇസ്ലാമിനെ അംഗീകരിക്കുകയോ ചെയ്യും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. വായി പുണ്ണുള്ളവൻ, വായിൽ പുണ്ണ് വന്നവൻ ഭക്ഷണം കഴിക്കുമ്പോ തന്റെ ഭക്ഷണത്തിന് രുചി തോന്നാഞ്ഞിട്ട് പാചകക്കാരനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അവന്റെ പുണ്ണാണ് പ്രശ്നം, ഭണ്ഡാരിയുടെ പ്രശ്നം അല്ലല്ലോ. ഹൃദയത്തിൽ വക്രബുദ്ധി വെച്ച് ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുർആനിനെയും സമൂഹത്തിന്റെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഖുർആനിനെ വായിക്കുമ്പോൾ അവനെ അത് വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് കടന്നു കൊണ്ടുപോകും. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഖുർആൻ കൊണ്ട് നിരവധി ആളുകൾ വഴികേടിലായിട്ടുണ്ട്, നിരവധി ആളുകൾ ഹിദായത്തിലായിട്ടുണ്ട്. അല്ലാഹു തആല ഹിദായത്ത് ലഭിക്കുന്നവരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ ഈ പരിശുദ്ധ ഖുർആൻ ഇത് ഷെൽഫുകളിൽ ഇങ്ങനെ മുകളിൽ കയറ്റി ആദരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, എടുത്തു വായിച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസികൾ പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കാനുള്ളതാണ്. ഞങ്ങൾ ഒരു വീട്ടില് ഒരു ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പോ എന്നെ കൊണ്ടുപോയ ആൾ എന്നോട് പറഞ്ഞു, ഇന്ന് വരെ പള്ളി കയറാത്തൊരു മനുഷ്യനാണ്, ദീനുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ആളാണ്, പേരുണ്ട് എന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ വീട്ടിൽ പോയി സ്വാഭാവികമായിട്ട് നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമല്ലോ. അവിടെ ഷെൽഫിൽ പരിശുദ്ധ ഖുർആനൊക്കെ ഇരിപ്പുണ്ട്. ആ ഖുർആൻ ഇങ്ങനെ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു വരുമ്പോ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനുള്ള മുന്നറിയിപ്പാണ് ഈ ഗ്രന്ഥം. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, അള്ളാഹുവിനോട് ധിക്കരിച്ചവന്റെ മേൽ ശിക്ഷയുടെ വചനം ഉറപ്പാവുകയും ചെയ്യും. ഞാൻ ആലോചിച്ചു പോയി, ജീവിത കാലഘട്ടത്തിൽ ആ മനുഷ്യനൊന്ന് മറിച്ചു നോക്കിയിരുന്നെങ്കിൽ, ആ മനുഷ്യനൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ. നമ്മൾ മരിച്ചതിന് ശേഷമാണ് ഖുർആൻ തുറന്നത്. വീടുകളിലുള്ള ഖുർആനൊക്കെ എപ്പോഴാ പൊടി തട്ടിയെടുക്കുക? വീടുകളിൽ ഖുർആൻ ഇരിപ്പുണ്ട്, എപ്പോഴാ പൊടി തട്ടിയെടുക്കുക? ഒരാൾ മരിക്കണം, 1 മുതൽ 40 വരെ നമ്മൾ ഉണ്ടാക്കിയ കുറെ ചടങ്ങുകളാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ പൊടി തട്ടിയെടുക്കാൻ, ചടങ്ങുകൾക്ക് വേണ്ടി പൊടി തട്ടിയെടുക്കാനുള്ള ഗ്രന്ഥമല്ല ഈ പരിശുദ്ധ ഖുർആൻ. ഇത് ജീവിത കാലഘട്ടത്തിൽ പഠിക്കണം, അറിയണം, ഇതിന്റെ ഹിദായത്ത് ഉൾക്കൊള്ളണം. ഹുദൽ ലിന്നാസ്, ഇത് മനുഷ്യർക്ക് സന്മാർഗമാണെന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. മൃഗതുല്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, അലക്ഷ്യമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ സമൂഹം പോലും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവരെ ഇസ്ലാമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ മഹല്ലിന്റെ രജിസ്റ്ററിലും ഗവൺമെന്റിന്റെ രജിസ്റ്ററിലും മുസ്ലിം പേരുള്ള നമ്മൾ ഈ ഖുർആൻ ഒരായത്ത് ഒരു ദിവസം പഠിച്ചിരുന്നെങ്കിൽ, ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഖുർആനിന്റെ ഒരു ആയത്തൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഉറപ്പാണ് മുഅ്മിനീങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും, ഒരു സംശയവുമില്ല. നിങ്ങൾ പരിശോധിക്കൂ. ഒരു വർഷം ഇന്ന് തീരുമാനിക്കൂ, നാളെ മുതൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് ഒരു 5 മിനിറ്റ് നേരം ഞാൻ കേൾക്കാൻ, പഠിക്കാൻ സന്നദ്ധനാണ് എന്ന് തീരുമാനിക്കൂ. നിങ്ങളുടെ ജീവിതം വളരെ തനിയെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഹുദൽ ലിന്നാസ്, ഇത് മനുഷ്യർക്കുള്ള സന്മാർഗമാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഇതിൽ നിരവധിയായ രേഖകൾ, തെളിവുകളുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആനിന്റെ ഹിദായത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല